അസ്സലാമലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. വെള്ളം ചൂടായി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കുക. ഞാൻ 2 പച്ചമുളക് ചതച്ചത്, കുറച്ച് ഗരം മസാല പൊടി, കുറച്ച് വെളുത്തുള്ളി, ഇത്തിരി സവാള, ഇനി 2 ടേബിൾ സ്പൂൺ നമുക്ക് സൺഫ്ലവർ പകുതി വേഗമായിട്ട് നമുക്കിത് ഊറ്റിയിടും. ചരുവം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ 3/4 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. ചെമ്മീനൊന്ന് ഞാൻ വൃത്തിയാക്കിയിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് ഇതാക്കി കുഴച്ച് വെച്ചേക്കണായിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കതൊന്ന് എടുത്തിട്ട് പൊരിച്ചെടുക്കുക. ആദ്യം മൊരിഞ്ഞു പോകരുത് കേട്ടോ. ഇത് നമുക്ക് ഇനി ഇതിൽ നിന്ന് കോരി എടുത്തിട്ട് ആ എണ്ണയിലാണ് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 3 വലിയ സവാളയാണിത്. ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലോണം വഴന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് 2 തക്കാളി, തക്കാളി ഒന്ന് വെന്തൊടയണ വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് മൂടി വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ തക്കാളി നല്ലോണം വെന്തിട്ട്. തക്കാളിയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണാണ് വേണം. ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1 ടീസ്പൂണ് നമുക്ക് കുരുമുളക് പൊടി ഇട്ടു. പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതിനകത്തേക്ക് കുറച്ച് പുതിനയും മല്ലിച്ചീരയും ഇട്ടു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പൊരിച്ചു വെച്ചേക്കണ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. വെള്ളക്കസസ് ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ചെറുതീയിലിട്ടിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്നും വേണ്ട, ചെറുതീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ചെമ്മീനൊന്ന് കറിയിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കണ വരക്കൊന്ന്. ഇതിനകത്തേക്ക് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനായിട്ട് ഈ ചരുവത്തിൽ തന്നെയാണ് ഞാൻ ചോറാക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്കിത് മാറ്റിയെടുക്കാം.
വേറൊരു പാത്രത്തിലോട്ടാക്കാം. ഈ ചരുവത്തിൽ തന്നെ ഞാൻ കുറച്ച് RKG ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. അതിനകത്തേക്ക് നമ്മുടെ മസാല കുറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് അത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചിട്ട് കൊടുക്കാം. ചോറ് പകുതി വേഗിന് തന്നെയാണ് എടുത്തേക്കണത്. ബാക്കി നമുക്ക് ഇതിനകത്ത് കിടന്ന് തന്നെ വെന്തോളും. കുറച്ച് റോസ് വാട്ടർ വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ്, ഇനി ബാക്കിയുള്ള മസാല ആക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള കശുവണ്ടി വറുത്തതിട്ട് കൊടുക്കാം. ഇത് മൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കട്ടിയുള്ള എന്തെങ്കിലും കയറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കാം, അടുപ്പത്ത് വെക്കാം. ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.